കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ 9 മുതൽ ഒക്ടോബർ 30 വരെ രണ്ടാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന പെരുമഴ. മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ്, ഫാത്തിമ ബസാർ, കരുവാരകുണ്ട് റോഡ്, കാളികാവ്. സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം. വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ഷുഗ്രി നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ്സ്, നിയർ ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. പ്രവൃത്തി പൂർത്തീകരിക്കാത്ത കുടിവെള്ള പദ്ധതിയുടെ മുഴുവൻ പണിയും പൂർത്തീകരിച്ചതായി കാണിച്ച് ഫണ്ട് കൈപ്പറ്റിയതായി പരാതി. ചോക്കാട് പഞ്ചായത്തിലെ ഹരിജൻ കുന്നിലാണ് സംഭവം. ഇതിനു പിന്നിലെ അഴിമതി അന്വേഷിക്കണമെന്ന് ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി കാളികാവിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ നിരവധി കുടിവെള്ള പദ്ധതികളെ പോലെ തന്നെ ഈ പരുത്തിപ്പറ്റയിലെ കുടിവെള്ള പദ്ധതിയിലും വൻ അഴിമതിയാണ് നടന്നിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഇസ്മായിൽ മൂത്തേടവും അതുപോലെ തന്നെ നമ്മുടെ ചോക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് EP സിറാജ് അടക്കമുള്ളവർ ഇതിന്റെ പേരിൽ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വലിയ അഴിമതിയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇതിലുള്ള ക്രമക്കേടുകൾ ഇതാ ഡിവൈഎഫ്ഐ ഇവിടെ തുറന്നു കാണിക്കപ്പെടുകയാണ്. ഇതിന്റെ പേരിൽ നമ്മൾ കൊടുത്ത വിവരാവകാശ പ്രകാരം നമുക്ക് കിട്ടിയ മറുപടിയാണ് ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത്. ഫണ്ട് പൂർത്തീകരിച്ച് ഫണ്ട് കൈമാറിയ പദ്ധതിയിൽ ഇനിയും ആ നിവാസികൾക്ക് കുടിവെള്ളം ഇതുവരെ ലഭ്യമായിട്ടില്ല. 50-ലേറെ വീടുകൾ താമസിക്കുന്ന അവർക്ക് ഇപ്പോഴും 1 കിലോമീറ്ററുകളോളം നടന്നുകൊണ്ടാണ് ഇവർ കുടിവെള്ളത്തിനായിട്ട് പോകുന്നത്. അപ്പൊ ഇതിനെതിരെ ശക്തമായ നിയമ പോരാട്ടത്തിലേക്ക് ഡിവൈഎഫ്ഐ കടക്കുകയാണ്. ഇതിന്റെ പേരിൽ വിജിലൻസിലേക്ക് ഒരു പരാതി ഇപ്പോൾ തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഇനി എത്രയും പെട്ടെന്ന് തന്നെ ഈ കുടിവെള്ള വിതരണം അവിടെ നടത്തിയിട്ടില്ലെങ്കിൽ ഇതിന്റെ പേരിൽ വലിയ സമരവും പ്രക്ഷോഭങ്ങളും നടത്താൻ വേണ്ടി ചോക്കാട് ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിന്റെ 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതിയുടെ നിർമ്മാണം. 2023 മാർച്ച് 31 മുൻപ് പൂർത്തിയാക്കണമെന്നതാണ് കരാറിലുള്ളത്. എന്നാൽ ഇത്രയും കാലമായിട്ടും ഒരു തുള്ളി വെള്ളം പോലും പ്രദേശത്തുകാർക്ക് ലഭിച്ചിട്ടില്ല. കിണറിന്റെ പണിയും ടാങ്കിന്റെ പണിയും പൂർത്തിയായിട്ടുണ്ട്. അതേസമയം വൈദ്യുതി ഇനിയും ലഭ്യമാക്കിയിട്ടില്ല. ഇതിനെതിരെ ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി വിവരാവകാശ പ്രകാരം വിശദീകരണം ആവശ്യപ്പെട്ടപ്പോൾ 2024 ജനുവരി മാസം പദ്ധതി പൂർത്തീകരിച്ചതായുള്ള മറുപടിയാണ് ലഭിച്ചത്. പദ്ധതിയിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും ഇതിനെതിരെ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ ചോക്കാട് മേഖലാ കമ്മിറ്റി വിജിലൻസിന് പരാതി നൽകിയിട്ടുണ്ട്. ചോക്കാട് പരുത്തിപ്പറ്റ ഹരിജൻ കുന്ന് പ്രദേശം കുടിവെള്ളത്തിന് വേണ്ടി പതിറ്റാണ്ടുകളായി വളരെ പ്രയാസം അനുഭവിക്കുകയാണ്. ഡിവൈഎഫ്ഐ ചോക്കാട് മേഖലാ പ്രസിഡന്റ് ടി റിയാസ്, സെക്രട്ടറി കെ റനീദ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാളികാവ്. വണ്ടൂരിനെ പൊന്നണിയിച്ച് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ. ഓണം പ്രമാണിച്ച് VPT സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാമഴ. VPT സൂപ്പർ മാർക്കറ്റ്, അമരമ്പലം റോഡ്, വാണിയമ്പലം.